ഇറങ്ങിയാണ്. നല്ല തണുപ്പുണ്ട് ഇവിടെ. രാത്രി ആകുമ്പോൾ ശരിക്കും ഇത് ഫുൾ ലൈറ്റ് പോയി അടിപൊളി. ചെറുതായിട്ട് മഴ തുടങ്ങി. ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഇനിയിപ്പോൾ സെക്കൻഡ് ഡേ ആണ് ഏർക്കാട് ഗ്രാൻഡ് പാലസ് ഹോട്ടലിൽ. ഇപ്പോൾ 9:30 മണിയായി. നമ്മളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോകാൻ 9:30 മണിക്ക് ഒരു ട്രെക്കിംഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് ജോയിൻ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പറ്റുമെങ്കിൽ 3:30 ഒരു ട്രെക്കിംഗ് ഉണ്ട്, അതിന് ജോയിൻ ചെയ്യണം. അതിന് മുമ്പ് ഇവിടെ കുറച്ച് 2-3 സ്പോട്ടുകളുണ്ട്. അവിടെ പറ്റുമെങ്കിൽ പോയി എക്സ്പ്ലോർ ചെയ്യണം. പഗോഡ പോയിന്റ്, പിന്നെ വേറെ ലേഡീസ് സീറ്റ്, അങ്ങനെ എന്തൊക്കെയോ 2-3 സ്പോട്ടുകളുണ്ട്. അവിടെ ഒന്ന് പോയി എക്സ്പ്ലോർ ചെയ്യണം. പിന്നെ ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. ചെറിയൊരു സ്പ്രെഡാണ്. പനിയാരം, പിന്നെ പൊങ്കൽ, പൂരി, കറി, ബ്രെഡ്, സാൻഡ്വിച്ച്, മുട്ട, ചിക്കൻ കറി, പൊട്ടറ്റോ, കട്ട് ഫ്രൂട്ട്സ്. നമ്മളിപ്പോൾ എടുത്തത് പൂരി, ടൊമാറ്റോ കറി, പിന്നെ പനിയാരം. എനിക്കൊന്ന് കൂടുതലും ഇവിടെ വെജാണെന്ന് തോന്നുന്നു സ്പ്രെഡിലുള്ളത്. പിന്നെ നമ്മൾ 2 ദോശ പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ ഫ്രഷ് ആയിട്ടാണ് ഇവിടെ ഉണ്ടാക്കി തരുന്നത്. പിന്നെ ഒരു ഓംലെറ്റും പറഞ്ഞിട്ടുണ്ട്. ചായയൊക്കെ കുറച്ച് ലേറ്റ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു കുറച്ച് തണുത്തു പോയി എല്ലാ സംഭവങ്ങളും. മിക്കവാറും ഓൾമോസ്റ്റ് ഇവിടെ തീർന്നിട്ടുണ്ട്. കൊണ്ട് ഒരു ഫില്ല് ചെയ്യുമെന്ന് അറിയത്തില്ല, എല്ലാം തീരാറായി. വരുവാണെങ്കിൽ കുറച്ച് നേരത്തെ വരിക ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ. അത്യാവശ്യം നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നേ. ബുഫേ ആയിരുന്നു. അതുകൊണ്ട് നമ്മൾ വന്നപ്പം സാധനങ്ങളൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ കുറച്ച് ലേറ്റായിപ്പോയി. ഒരു 7:30 to 10:30 ആണ് അവർ പറഞ്ഞിരുന്നത്. നമ്മൾ വന്നപ്പോൾ ഒരു 9:30 കഴിഞ്ഞു. അതുകൊണ്ട് പക്ഷേ ഫ്രഷ് ആയിട്ട് അവർ ദോശ പിന്നെ ഓംലെറ്റൊക്കെ ഉണ്ടാക്കി തന്നു. ചായയൊക്കെ കുറച്ച് തണുത്ത് പക്ഷേ അവർ ചൂടാക്കി തന്നായിരുന്നു. സർവീസ് നല്ലതാണ് ഇവിടുത്തെ. നെക്സ്റ്റ് നമ്മൾ പറ്റുമെങ്കിൽ ഒന്ന് പുറത്ത് പോകണം. ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട് ഇവിടെ, അവിടെ പോകണം. ഇല്ലെങ്കിൽ ഇവിടെ പൂളിലൊന്ന്, നല്ല തണുപ്പുണ്ട് പക്ഷെ എന്നാലും പൂളിലൊന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. പൂളിൽ പറ്റുമെങ്കിൽ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. ഇത് രണ്ടിൽ ഏതെങ്കിലും ആയിരിക്കും. ആൻഡ് പിന്നെ ഈവനിങ് 3:30 അവർ പറഞ്ഞിരിക്കുന്ന ട്രെക്കിങ്ങിൽ പറ്റുമെങ്കിൽ എനിക്ക് തോന്നുന്നു ആൾക്കാരുണ്ടെങ്കിൽ അവർ കൊണ്ടുപോകത്തുള്ളൂ എന്ന് തോന്നുന്നു. മോർണിംഗ് ഉണ്ടായിരുന്നു, കാരണം അവർ വിളിച്ച് പറയും ഒരു 10 മിനിറ്റ് മുമ്പ് ഇവിടെ എത്തിയാൽ മതി എന്ന് പറഞ്ഞു. ഇവിടെ നിന്ന് തന്നെ കൊണ്ടുപോകും ഒരു സ്ഥലത്തോട്ട്. അവിടെ നിന്നാണ് ട്രെക്കിങ്ങിന് പോകുന്നത്. പക്ഷെ രാവിലെ 9:30 പോകാൻ പറ്റിയില്ല. ഈവനിങ് 3:30 ആൾക്കാരുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഇവർ ഇവിടെ നിന്ന് കൊണ്ടുപോകത്തുള്ളൂ. ഗ്രൂപ്പായിട്ടേ പോകത്തുള്ളൂ, ഒറ്റയ്ക്ക് പോകത്തില്ല. സോ അതൊന്ന് പറ്റുമെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യണം. ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇവിടെ തന്നെ ഉള്ള എനിക്കൊന്ന് പ്ലേ ഏരിയയൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് പോയി ഒന്ന് കാണാം. അപ്പോൾ ഇവിടെ ശരിക്കും പറ്റിയ സ്ഥലമാണ്. മോർണിംഗ്സൊക്കെ വന്നിരിക്കുക, ഒരു ചൂട് ചായയൊക്കെ കുടിച്ചിങ്ങനെ അടിപൊളി വൈബടിച്ചിരിക്കാൻ പറ്റിയ കുറച്ച് സ്പോട്ടുകളുണ്ട്. ശരി, ഇന്നലെ ഞങ്ങളിവിടെ 2-3 റീലൊക്കെ എടുത്തായിരുന്നു. നല്ല വ്യൂ ഉള്ള ഒരു ഏരിയ ആണ്. ഇവിടെ പിള്ളേർക്ക് കളിക്കാനുള്ള ഇതൊക്കെയുണ്ട്, കിഡ്സ് പ്ലേ ഏരിയ. എനിക്ക് ഇന്നലത്തേക്കാളും കുറച്ചുകൂടി ഫോഗ് ഉണ്ട്. ഈ സംഭവം ഞാൻ അതിന് മുമ്പേ വേറെ ഹോട്ടലിലൊന്നും കണ്ടില്ല കേട്ടോ. വലിയ നിന്ന് ചെസ് കളിക്കുക, അടിപൊളിയായിട്ടുണ്ട്. ഓക്കെ, ശ്വേത എങ്ങനെയുണ്ട് നമ്മുടെ ഇവിടുത്തെ സ്റ്റേ? സൂപ്പർ. அவ்வளவுதானா? இன்னும் கொஞ்சம் climate ரொம்ப நல்லா இருக்கு. So it's very foggy. Do you like Munnar or Ooty better than this? I have
been to Munnar. എല്ലാ പ്ലേസും അതൊരു ബ്യൂട്ടി, യുണീക് ബ്യൂട്ടി. സോ യു കാൺ കമ്പയർ. പക്ഷെ എനിക്ക് തോന്നുന്നു മൂന്നാറും ഊട്ടി പോലെയൊക്കെ കുറച്ചുകൂടി ടൂറിസ്റ്റ് ആയി കഴിഞ്ഞാൽ ഇവിടെ അടിപൊളിയായിരിക്കും. കാരണം അതേപോലത്തുള്ള ക്ലൈമറ്റും ഇവിടെ ഉണ്ട്, അതേപോലത്തുള്ള സൈറ്റ് സീയിങ്ങിനുള്ള പ്ലേസസും ഉണ്ട്. കുറച്ചുകൂടി ഡെവലപ്മെൻറ്റ്, കുറച്ചുകൂടി ആക്ടിവിറ്റീസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ മൂന്നാർ ഊട്ടിയും പോലെ തന്നെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റിയ ടൂറിസം എന്നുള്ള രീതിയിൽ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു സ്പോട്ടാണിത്. ആൻഡ് ഓൾസോ ഇവിടെ കുറേ എനിക്ക് പണ്ടത്തെ ബ്രിട്ടീഷുകാരുടെ കാലത്തൊക്കെ ഉള്ള കുറേ എന്തൊക്കെയോ പരിപാടികളൊക്കെ ഉണ്ട് ഇവിടെ. പ്ലാന്റേഷൻസ് അന്ന് വരെ വെച്ചിട്ടുള്ള കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള സിഗ്നിഫിക്കൻസ് ഒക്കെ ഉള്ള സ്ഥലവും കൂടിയാണ്. അങ്ങനെ ട്രക്കിംഗ് പ്ലാൻ കൊളായ സ്ഥിതിക്ക് ഞാനും ശ്വേതയും കൂടി സ്കൂട്ടർ എടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഏർക്കാടിനെ പറ്റി ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന്. ശരിക്കും ഈസ്റ്റേൺ ഗട്ട്സിലെ സെർവരായൻ മലനിരകളിലാണ് ഏർക്കാട് എന്ന് പറയുന്ന ഹിൽ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും 1500 മീറ്റർ ഉയരത്തിലുള്ള ഏർക്കാടിലെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് കാപ്പിത്തോട്ടങ്ങളും പിന്നെ ഇവിടെയുള്ള ഓറഞ്ച് പ്ലാന്റേഷൻസ് ഒക്കെയാണ്. അതുകൂടാതെ തന്നെ ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള ഒരു ഓർക്കിഡ് തോട്ടവും ഇവിടെ തന്നെയാണ് ഉള്ളത്. ഇവിടുത്തെ ഏറ്റവും ഉയരം കൂടിയ പോയിന്റ് എന്ന് പറയുന്നത് ഒരു സെർവരായൻ ക്ഷേത്രമാണ്. 5342 അടി ഉയരത്തിലാണ് ഈ ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത്. വെസ്റ്റേൺ ഗട്ട്സ് റേഞ്ചുമായിട്ട് നാച്ചുറലി ഒരുപാട് സാമ്യതകളുള്ള ഒരു സ്ഥലമാണ് ഏർക്കാട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏർക്കാടിലെ പ്രധാന പ്ലാന്റേഷൻ എന്ന് പറയുന്നത് കാപ്പിക്കുരുവാണ്. 1820 ഗ്രാൻഡ് എസ്റ്റേറ്റിലാണ് ആദ്യമായിട്ട് ഇവർ കാപ്പിത്തോട്ടം നിർമ്മിക്കുന്നത്. അന്നത്തെ കാലത്ത് അതിലേക്കായിട്ട് ആഫ്രിക്കയിൽ നിന്ന് കാപ്പിച്ചെടികൾ കൊണ്ടുവന്നത് MD കോക്ബേൺ എന്നുള്ള ഒരാളായിരുന്നു. കാപ്പിക്ക് പുറമെ ഓറഞ്ച്, പേരയ്ക്ക, ചക്ക, സുഗന്ധവ്യഞ്ജനങ്ങൾ എന്നീ സാധനങ്ങളും ഇവിടെ കൃഷി ചെയ്യുന്നവർ. അതുകൂടാതെ തന്നെ നാച്ചുറലി ധാരാളം ഓക്ക് മരങ്ങളും ചന്ദനമരങ്ങളും നമുക്കിവിടെ കാണാൻ സാധിക്കും. പ്രശസ്തമായിട്ടുള്ള മോൺഫോർട്ട് സ്കൂൾ ഏർക്കാടാണ് സ്ഥിതി ചെയ്യുന്നത്. അന്നത്തെ കാലത്ത് സേലം ഡിവിഷനിൽ ജോലി ചെയ്തിരുന്ന വെള്ളക്കാരായ ഉദ്യോഗസ്ഥരുടെ മക്കൾക്കായിട്ടാണ് ഇത് പണിതതെങ്കിലും ഇന്ന് ലോക്കൽസും പിന്നെ സാധാരണക്കാരുടെ മക്കളൊക്കെ ഇവിടെ പഠിക്കുന്നുണ്ട്. ഇതുകൂടാതെ ഏർക്കാടിലെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് കിളിയൂർ ഫോൾസ്, പഗോഡ പോയിന്റ്, കരടിയൂർ വ്യൂ പോയിന്റ്, മഞ്ചക്കുട്ടൈ വ്യൂ പോയിന്റ്, പോപ്പി ഹിൽസ്, കാവേരി പീക്ക്, ബെയർ കേവ്, റോസ് ഗാർഡൻസ് എന്നിവയാണ്. ഇന്നത്തെ ലഞ്ച് മാഗി നൂഡിൽസ്. ഇവിടെ ഏർക്കാട് ടൗണിൽ തന്നെ ലേക്കിൻ്റെ ഓപ്പോസിറ്റ് കുറച്ച് ചെറിയ ചെറിയ കടകളുണ്ട്, ചെറിയ ചെറിയ സ്റ്റോൾ പോലത്തെ കടകൾ. അവിടെ ആക്ച്വലി ഇതുമല്ല, വേറെ അപ്പുറത്തൊരു കടയുണ്ട്. അവിടെ മുമ്പ് നല്ല മാഗി നൂഡിൽസ് കിട്ടുമായിരുന്നു. ഇപ്പോൾ ആ കട ഇല്ല. അതുകൊണ്ട് നമ്മളിപ്പോൾ വേറൊരു കടയിൽ ഒന്ന് ട്രൈ ചെയ്യാണ്. മാഗി നൂഡിൽസ് വിത്ത് വ്യൂ ലേക്കിൻ്റെ. இப்படி இருக்கு, நல்லா இருக்கா? ചെറുതായിട്ട് മഴ തുടങ്ങി, ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ തണുപ്പും കൂടി. മഴയത്ത് ഇവിടെ ബോട്ടിങ് കാണിക്കുന്നത് നമ്മൾ മാഗി എല്ലാം കഴിച്ചിട്ട് അവിടെ നിന്ന് കഴിച്ചിട്ട് തൊട്ടടുത്തുള്ള വിശപ്പിൻ്റെ അസുഖമുള്ളതുകൊണ്ട് തൊട്ടടുത്തുള്ള മോമോസ് ഷോപ്പിൽ വന്നേക്കാണ്. ജോജോ മോമോസ്. ഇവിടെ ഇവിടുത്തെ കുറച്ച് ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണെന്ന് തോന്നുന്നു. ഓർഡർ ചെയ്തത് ചിക്കൻ സ്റ്റീം മോമോസ് ആണ്. ഇവിടെ വന്നാൽ ഇത് ട്രൈ ചെയ്യാന്നുള്ളതാണ്. സൂപ്പർ. ശരിക്കും ലേക്കിൻ്റെ സൈഡിലായിട്ടാണ് വരുന്നത്. ഇവിടുന്ന് നേരെ നോക്കി കഴിഞ്ഞാൽ ലേക്കാണ്. ഏർക്കാട് ജോജോ മോമോസ്. ഇന്നിവിടെ ഈവനിങ് മഴ കാരണം വൈകിട്ട് ട്രക്കിങ് അവർ ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരിക്കും. രാവിലെ പോകാൻ പറ്റിയില്ല, വൈകിട്ട് മഴയും. തവണ പറ്റിയില്ലെങ്കിൽ അടുത്ത തവണയെങ്കിലും പോകണം. ഇവിടുത്തെ കിഡ്സ് പ്ലേ ഏരിയ. മഴ പെയ്തുണ്ട്, ആയിരിക്കും കുറച്ചുകൂടി
അതൊക്കെ ഫോഗ് മാറുന്നുണ്ടോ, അടിപൊളി. റെസ്റ്റോറൻറ്റിൻ്റെ സൈഡിൽ ഇവിടെ രാത്രിയാകുമ്പോൾ ശരിക്കും ഫുൾ ലൈറ്റ് പോയി അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഒരു മരം കണ്ടോ, അടിപൊളിയായിട്ട് ലൈറ്റ് പോയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ഹോട്ടലിൻ്റെ തന്നെ റെസ്റ്റോറൻറ്റിൽ വന്നിരിക്കുകയാണ്. ഇവിടെ ആക്ച്വലി വന്നപ്പോഴേ ഞാൻ ഫ്രണ്ടിൽ നോക്കിയായിരുന്നു, അവിടെ വുഡ് ഫയർഡ് പിസ്സ എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ടായിരുന്നു. അത് ഇവിടുത്തെ സ്പെഷ്യൽ സാധനമാണെന്ന് പറഞ്ഞിട്ട് നമ്മളിന്ന് ഡിലൈറ്റ്ഫുൾ വെജ് പിസ്സയാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. ആക്ച്വലി ഞങ്ങൾ ഫുള്ള് ഞങ്ങളുടെ അകത്ത് പോയിട്ട് അവരുടെ ഫുൾ മേക്കിങ് നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ കൂടെ തന്നെ ഇടാം. ഇത് ശരിക്കും തിൻ ക്രസ്റ്റ് പിസ്സയാണ്. ഇവിടുത്തെ എല്ലാം തിൻ ക്രസ്റ്റ് ആണെന്ന് തോന്നുന്നു. കഴിച്ചു നോക്കട്ടെ. നൈസായിട്ടുണ്ട്. ഗുഡ്. ഒരു ചലഞ്ചിന് വേണ്ടി ഇറങ്ങിയാണ്. നല്ല തണുപ്പുണ്ട്. തണുപ്പത്ത് പൂളിലിറങ്ങാൻ നല്ല രസമാണ്. ഇന്നലെ ഒന്നും ഇറങ്ങാൻ പറ്റില്ല, അതുകൊണ്ട് ഇന്ന് രാവിലെ അത്യാവശ്യം ഭയങ്കര തണുപ്പുണ്ട്. പിന്നെ നമ്മളവിടെ ഷവറൊക്കെ ചെയ്തിട്ട് വന്നുകൊണ്ട് കുറച്ച് ഇപ്പോൾ ഓക്കെ വരുന്നു. എന്തായാലും നല്ല എക്സ്പീരിയൻസ് ആണ്. ആക്ച്വലി എനിക്ക് റിസോർട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഈ ഹോട്ടൽ ഗ്രാൻഡ് പാലസ്. കാരണം നമുക്ക് ഇപ്പോൾ ഫാമിലി ആയിട്ടാണെങ്കിലും അല്ലാതെ നമ്മൾ കപ്പിൾസ് ആയിട്ടാണെങ്കിലും വരാൻ പറ്റിയ ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ഉള്ള ഒരു ഹോട്ടലാണ്. നല്ല എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. സ്റ്റാഫ്സൊക്കെ ഭയങ്കര സൂപ്പർ ഫ്രണ്ട്ലിയാണ്. ഫുഡും അത്യാവശ്യം നല്ലതായിട്ടുണ്ട്. അങ്ങനെ 2 ദിവസത്തെ ഏർക്കാട് ട്രിപ്പ് കഴിഞ്ഞിട്ട് നമ്മളിന്ന് തിരിച്ച് വീട്ടിലോട്ട് പോകണം. 2 ദിവസം അടിപൊളിയായിരുന്നു. ചെറിയൊരു ഹോളിഡേ മൂഡായിരുന്നു. ചെറുതായിട്ടൊക്കെ ഒന്ന് കറങ്ങി ഏർക്കാട് ഹോട്ടലിൽ തന്നെ അത്യാവശ്യം നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാനുള്ള നല്ല ഫെസിലിറ്റീസൊക്കെ ഉണ്ട്. അടുത്തൊരു വ്ളോഗിൽ കാണാം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. താങ്ക് യു. സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ബൈ.